അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വല്ലദീന തബഉഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ അമാ ബഅദ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മുടെ ബലിപെരുന്നാളാണ്. അള്ളാഹു നൽകിയ ആടുമാട്ടൊട്ടകങ്ങളിൽ നിന്ന് അവൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് വിശ്വാസികൾ ബലികർമ്മം നിർവഹിക്കുന്നത് മൂലമാണ് അതിന് ബലിപെരുന്നാൾ എന്ന് പേര് ലഭിച്ചത്. ഈദ് നമസ്കാരം കഴിഞ്ഞ ശേഷം വിശ്വാസികൾ ബലികർമ്മത്തിലേക്ക് തിരിയുന്നു. അയ്യാമുത്ത് ശരീക്കിൻ്റെ അവസാന ദിവസമായ ദുൽഹജ്ജ് 13 വരെയും ബലി നടത്താൻ സാവകാശമുണ്ട്. മാംസം ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്നവന് ദാനം നൽകുകയും ഒരു ചെറിയ ഭാഗം ബലി നടത്തിയ വ്യക്തി ഭക്ഷിക്കുകയും വേണം. മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവബഹുലമായ ജീവിതത്തിൻ്റെ ഓർമ്മകൾ ബലിപെരുന്നാൾ സുദിനത്തിൽ വിശ്വാസികൾ സമൂഹത്തിന് നൽകുന്ന ഉൾക്കരുത്ത് അതിശക്തമാണ്. പ്രവാചക പിതാവ് എന്നറിയപ്പെടുന്ന അദ്ദേഹം മാനവ സമൂഹത്തിന് പ്രതിപുരുഷനായി നിശ്ചയിക്കപ്പെട്ട മഹാവ്യക്തിത്വമാണ്. ദൈവവിശ്വാസത്തെ തൻ്റെ ജീവിതം കൊണ്ട് സാക്ഷാത്കരിക്കുകയും അഗ്നിപരീക്ഷകളാൽ സ്ഫുടം ചെയ്ത അദ്ദേഹത്തിൻ്റെ ജീവിതവിശുദ്ധി അദ്ദേഹത്തെ അള്ളാഹു ഖലീൽ അഥവാ ആത്മമിത്രമായി സ്വീകരിക്കാൻ കാരണമാക്കുകയും ചെയ്തു. വിഗ്രഹനിർമ്മാണം കുലത്തൊഴിലായി സ്വീകരിച്ച ആസറിൻ്റെ പുത്രനായി ജനിച്ച ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നിഗ്രഹകനായി മാറിയ ചരിത്രം മുവാഹിദുകൾക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ്. അല്ലയോ പിതാവേ, താങ്കൾക്ക് ഒരു പ്രയോജനവും ചെയ്യാത്ത, കാണാനോ കേൾക്കാനോ സാധിക്കാത്ത ഈ വിഗ്രഹങ്ങളെ നിങ്ങൾ എന്തിനാണ് ആരാധിക്കുന്നത്? അല്ലയോ ജനങ്ങളെ, നിങ്ങൾക്ക് ഒരു പ്രയോജനവും ചെയ്യാത്ത, നിങ്ങൾക്ക് ഒരു ഉപദ്രവവും ഏൽപ്പിക്കുവാൻ സാധിക്കാത്ത ഈ വിഗ്രഹങ്ങളെ നിങ്ങൾ എന്തിനാണ് ആരാധിക്കുന്നത്? ആകാശഭൂമികളെയും സൂര്യചന്ദ്രന്മാരെയും സൃഷ്ടിച്ച ഏകനായ നാഥനെ മാത്രം ആരാധിക്കുക. ആശയസംവാദത്തിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടും ധൈര്യത്തോടും കൂടി അദ്ദേഹം പ്രതിയോഗികളോട് പടവെട്ടുന്ന ചിത്രം വിശുദ്ധ ഖുർആൻ പ്രത്യേകം വരച്ചു കാണിക്കുന്നുണ്ട്. തൻ്റെ രാജ്യത്തെ ചക്രവർത്തിയായ നമ്രൂദിൻ്റെ മുമ്പിൽ ആത്മധൈര്യത്തോടു കൂടി അദ്ദേഹം തൗഹീദ് വിളംബരം ചെയ്ത സംഭവം വളരെ പ്രസിദ്ധമാണ്. സത്യസന്ധത, ത്യാഗസന്നദ്ധത, അർപ്പണബോധം, അള്ളാഹുവിലുള്ള സുദൃഢമായ വിശ്വാസം, പ്രയാസപ്പെടുന്നവരോടുള്ള അനുകമ്പ, ബഹുദൈവ വിശ്വാസത്തോട് ഒരിക്കലും സമരസപ്പെടാത്ത കാർക്കശ്യം തുടങ്ങിയ ഉത്തമ സ്വഭാവഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു വിശ്വാസിക്ക് പാഠം ഉൾക്കൊള്ളേണ്ടവയാണ്. അദ്ദേഹത്തിൻ്റെ ന്യായവാദങ്ങൾക്ക് മുമ്പിൽ പരാജയപ്പെട്ട എതിരാളികൾ അദ്ദേഹത്തെ തീയിലിട്ട് കരിച്ചിട്ടെങ്കിലും തങ്ങളുടെ വിഗ്രഹങ്ങളുടെ അന്തസ്സ് കാക്കണമെന്ന് തീരുമാനിച്ച അദ്ദേഹത്തെ അഗ്നികുണ്ഡാരത്തിൽ വലിച്ചെറിഞ്ഞു. എന്നാൽ അള്ളാഹുവിൽ പൂർണ്ണ തവക്കലുള്ള ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് ആ അഗ്നി സ്ഫുലിംഗങ്ങൾ തണുപ്പും സമാധാനവുമായി മാറി. അദ്ദേഹം സുരക്ഷിതനായി തീയിൽ നിന്ന് പുറത്തു കടന്നു. വാർദ്ധക്യത്തിൻ്റെ പരവശതയിൽ തനിക്ക് പിൻബലമായി ലഭിച്ച കുഞ്ഞ് ഇസ്മായിലിനെ ബലി നൽകാൻ അള്ളാഹു അദ്ദേഹത്തിന് ആജ്ഞ നൽകുന്നു. ദൈവകൽപ്പനയുടെ പൊരുൾ അദ്ദേഹം പുത്രനായ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമുമായി പങ്കുവെക്കുന്നു. പിതാവേ, ദൈവശാസന അനുസരിക്കുക. ക്ഷമയോടെ ഞാൻ ഈ സാഹചര്യത്തെ അഭിമുഖീകരിച്ചു കൊള്ളാം എന്ന് മകൻ മറുപടി നൽകുന്നു. ഇസ്മായിൽ വിശ്വാസികൾക്ക് ദൈവിക കൽപ്പനകൾക്ക് മുമ്പിൽ എങ്ങനെ വിനീതനായി അനുസരണം കാണിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ അള്ളാഹു ആ പരീക്ഷണത്തിൽ നിന്ന് ഇബ്രാഹീമിനെയും പുത്രൻ ഇസ്മായിലിനെയും തികഞ്ഞ അർപ്പണബോധ നിമിത്തം അതിൽ നിന്ന് മോചിതമാക്കുന്നു. പുത്രബലിയിൽ നിന്ന് പകരം ഒരാടിനെ ബലി നൽകാൻ സൗകര്യമൊരുക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് അനുഗ്രഹം ചൊരിയുന്നു. മുസ്ലിങ്ങൾക്ക് 2 ആഘോഷ ദിവസങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്നത്: ചെറിയ പെരുന്നാളും ബലിപെരുന്നാളും. മതപരിധികൾ പാലിച്ചുകൊണ്ടുള്ള ആഘോഷങ്ങളാണ് വിശ്വാസികൾ ഈ 2 ദിവസങ്ങളിലും നിർവഹിക്കേണ്ടത്. പെരുന്നാൾ നമസ്കാരം, ബലികർമ്മം, കുടുംബബന്ധം ചേർക്കുവാനുള്ള സന്ദർശനങ്ങൾ, നമ്മുടെ കഴിവനുസരിച്ചുള്ള ദാനധർമ്മങ്ങൾ, ആരാധനാ കാര്യങ്ങളിൽ നിഷ്ഠ പാലിക്കൽ തുടങ്ങി
സൽക്കർമ്മങ്ങളാൽ മഹിതമാകണം നമ്മുടെ ബലിപെരുന്നാൾ ആഘോഷം. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും, എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക വറസൂലിക മുഹമ്മദ്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.